This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में। Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ വ്യൂവേഴ്സെ ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. NR സുധർമ്മദാസ് മീഡിയ എക്സലൻസ് 2025 മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരത്തിന് അർഹനായി. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ അഭിനേത്രി ലിയോണ ലിഷോയിൽ നിന്നും ഫലകവും ശ്രീ സ്റ്റീഫൻ കിഴക്കേക്കൂറ്റിൽ നിന്നും പ്രശസ്തി പത്രവും ശ്രീ ജോസഫ് ഇടിക്കുളയിൽ നിന്ന് ചെക്കും ഏറ്റുവാങ്ങി. ന്യൂസ് ഫോട്ടോഗ്രാഫി മേഖലയിൽ 25 വർഷത്തിലധികമായി ഒട്ടേറെ അനുഭവ സമ്പത്തുള്ള NR സുധർമ്മദാസ് കേരള കൗമുദിയുടെ ആലപ്പുഴ യൂണിറ്റിലാണ് ന്യൂസ് ഫോട്ടോഗ്രാഫറായി തുടക്കം കുറിച്ചത്. ആളുകൾ അറിയാതെ അവരുടെ മികച്ച നിമിഷങ്ങൾ പകർത്തുന്ന ഇഷ്ടത്തിന് അവയൊക്കെ വിലയിരുത്തിക്കൊണ്ട് സമ്പൂർണ്ണ പിന്തുണ നൽകി സ്ഥാപന മേധാവി കൂടെ നിന്നപ്പോൾ കേരളത്തിന് ലഭിച്ചത് കഴിവുറ്റ മികച്ച ന്യൂസ് ഫോട്ടോഗ്രാഫറെ. ജോലിയുടെ ഭാഗമായി പകർത്തിയ ഒരു ചിത്രം ലോകശ്രദ്ധ ആകർഷിക്കുകയും നടി കൽപ്പനയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയ സിനിമ ഉണ്ടാവാൻ പ്രചോദനമാകുകയും ചെയ്തു. ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിൽ എത്തിയ ഒരു അന്തർജനത്തെ റസിയ ബീവി എന്ന സ്ത്രീ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് അവിടെ ഒരു തുളസിത്തറ പണിയുകയും അവർക്കായി സന്ധ്യാദീപം കൊളുത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്ത സംഭവമായിരുന്നു അത്. രാമനും റഹീമും ഒന്നാണെന്ന അടിക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചു വന്ന ഈ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ സംഭവമാണ് തനിച്ചല്ല ഞാൻ എന്ന ദേശീയ അവാർഡ് നേടിയ സിനിമ ഉണ്ടാവാൻ കാരണമായത്. ജീവിതത്തെ അപ്പാടെ സാംശീകരിച്ച് ഫ്രെയിമിൽ ആക്കുമ്പോഴൊക്കെ തന്നെ നിരവധി അവാർഡുകളാണ് സുധർമ്മദാസിനെ തേടിയെത്തിയത്. കൊച്ചി ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് സുനിൽ ട്രൈസ്റ്റാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് റാങ്കുള്ള കേരളത്തിലെ പ്രത്യേക പ്രതിനിധിയായ പ്രൊഫസർ KV തോമസ്, ഹൈബി ഈഡൻ MP, MLA മാരായ മോൻസ് ജോസഫ്, അൻവർ സാദത്ത്, റോജി M ജോൺ, മാണി C കാപ്പൻ, TJ വിനോദ്, KJ മാക്സി, മുൻ MP സെബാസ്റ്റ്യൻ പോൾ, കേരള മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു, ജോണി ലൂക്കോസ്, ഡയറക്ടർ മനോരമ ന്യൂസ്, സാജ് എർത്ത് റിസോർട്ട് ഉടമകൾ സാജൻ, മിനി സാജൻ, സുമേഷ് അച്യുതൻ, ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണി, ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ഫൊക്കാന മുൻ പ്രസിഡന്റ് ബാബു സ്റ്റീഫൻ, ദിലീപ് വർഗീസ്, അനിയൻ ജോർജ് കൂടാതെ ഇന്ത്യ പ്രസ് ക്ലബ് സെക്രട്ടറി ഷിജോ പൗലോസ്, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നിയുക്ത പ്രസിഡന്റ് രാജു പള്ളാത്ത്, വൈസ് പ്രസിഡന്റ് അനിൽകുമാർ ആറന്മുള, ജോയിന്റ് സെക്രട്ടറി ആശ മാത്യു, ജോയിന്റ് ട്രഷറർ റോയ് മുളങ്കുന്നം, അഡ്വൈസറി ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@tmaliali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.